പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുന്നേ ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനിയും നമ്മൾ ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ PHP, DBMS, SQL എല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു ജാവാസ്ക്രിപ്റ്റാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ HTMLൻ്റെ വേരിയസ് ടാഗ്സും അതിൻ്റെ ആട്രിബ്യൂട്ട്സൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു, ഫ്രെയിംസ് ഡിസ്കസ് ചെയ്തു, ഫോംസ് ഡിസ്കസ് ചെയ്തു. ധാരാളം ആൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സ്ക്രിപ്റ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എന്താ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. എന്താ സ്ക്രിപ്റ്റ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് യു മീൻ ബൈ സ്ക്രിപ്റ്റ്? എന്താ? ദ പ്രോഗ്രാം കോഡ്. എന്താണ്? ദ പ്രോഗ്രാം കോഡ് റിട്ടൺ ഇൻസൈഡ് HTML പേജ്. ശരിയല്ലേ? HTML പേജിൻ്റെ ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 ടൈപ്പിലുള്ള സ്ക്രിപ്റ്റ് പറഞ്ഞിരുന്നു. എന്തൊക്കെയാ? ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും മറ്റേത് എന്താണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റും. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും. അപ്പോൾ അങ്ങനെ 2 ടൈപ്പിലുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാകുമ്പോൾ 2 ടൈപ്പിലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാനും എന്ത് വേണം? ലാംഗ്വേജസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എഴുതാനുള്ള ലാംഗ്വേജാണ് ഏത്? ജാവാസ്ക്രിപ്റ്റ്. ഏതാണ്? ജാവാസ്ക്രിപ്റ്റ്. അതുപോലെ സെർവർ സൈഡിലുള്ള സ്ക്രിപ്റ്റിംഗ് എഴുതാനുള്ളതിനാണ് ഏത് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് പഠിക്കാനുള്ള PHP. ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഈ PHP എന്നുള്ള ഭാഗം ആർക്കില്ല? കൊമേഴ്സ് കുട്ടികൾക്ക് ഇല്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ജാവാസ്ക്രിപ്റ്റ് ആണ്. PHPക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ആർക്ക്? കൊമേഴ്സ് കുട്ടികൾക്കും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കും ഈ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ all web browsers. Most of the web browsers are supporting JavaScript. അതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഇത്ര പോപ്പുലർ ആവാനും കാരണം. ക്ലിയർ അല്ലേ? ആൾമോസ്റ്റ് എല്ലാ വെബ് ബ്രൗസേഴ്സിലും എന്തുണ്ട്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ ഉണ്ട്. എന്താണ്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ, ഓർ അതിന് പറയുന്ന പേര് JVM എന്നൊക്കെ പറയും, ജാവ വെർച്വൽ മെഷീൻ. എന്താണ്? ജാവ വെർച്വൽ മെഷീൻ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ഒന്ന് സ്ക്രിപ്റ്റ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് എവിടെയാണ്? HTMLൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഈ പ്രോഗ്രാം കോഡ് എഴുതുന്നത്. ഏത് പ്രോഗ്രാം കോഡ്? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന പ്രോഗ്രാം കോഡ് ഏതിൻ്റെ ഉള്ളിലാണ്? HTMLൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു C++നെ നമ്മൾ എന്തായിട്ട് പറയാറില്ല? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയാറില്ല. C++ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C++ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്ത് ലാംഗ്വേജ് ആണ്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്ത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഡാറ്റ വാലിഡേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാ? ഡാറ്റ വാലിഡേഷൻ. മനസ്സിലായോ? അപ്പോൾ ഡാറ്റ വാലിഡേഷൻ നമുക്ക് എന്താ? ക്ലയൻറ്റ് സൈഡിൽ തന്നെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് ട്രാഫിക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. നെറ്റ്വർക്ക് ട്രാഫിക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് സെർവറിൻ്റെ വർക്ക് ലോഡ് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കോഡുകൾ എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? സെർവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? സെർവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ സെർവറിൽ എന്തുണ്ടാവും? ഡാറ്റാബേസ് ഉണ്ടാവും അല്ലേ? ഇറ്റ് കണ്ടെയ്ൻസ് എന്താ? ഡാറ്റാബേസ്. അപ്പോൾ ധാരാളം ഡാറ്റയായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എന്ത് ചെയ്യേണ്ടി? ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? അപ്പോൾ അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിന് അത്തരത്തിലുള്ള ഡാറ്റാബേസുമായിട്ടുള്ള അത്ര ഇൻട്രാക്ഷനൊന്നും വല്ലാതെ വരുന്നില്ല.
Okay, so the commands used എന്താണ് the commands used in client side scripting അതുപോലെ തന്നെ both client side scripting and server side scripting is different. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ്. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ client side scripting language which is supported by all web browsers, most of the web browsers. Clear alle? Ini second point is it is developed by Brenton Each എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Brenton Each. JavaScript was developed by Brenton Each. The original name of JavaScript was Mocha. ഇതായിരുന്നു ജാവാസ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ പേര്. ക്ലിയർ അല്ലേ? Then it follows, JavaScript follows the same syntax of C++. C++ൻ്റെ അതേ സിൻടാക്സ് തന്നെയാണ് ഏതും ഫോളോ ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റും ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. എന്താ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസും ലോവർ കേസും എന്താണ് വെവ്വേറെയാണ് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ കീവേഡ്സ് എന്താണ് നമുക്കറിയാം. എല്ലാ ലാംഗ്വേജിലും എന്തുണ്ടാവും? കീവേഡ്സ് ഉണ്ടാവും. സോ ദ കീവേഡ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഈസ് ഇൻ ലോവർ കേസ്. എന്താണ്? ഇൻ ലോവർ കേസ്. അപ്പോൾ എന്താ? ജാവാസ്ക്രിപ്റ്റ് C++ൻ്റെ സെയിം സിൻടാക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന കീവേഡ്സ് എന്താണ്? ലോവർ കേസ് ലെറ്റേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് എന്താണ് ജാവാസ്ക്രിപ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് ഇനി നമ്മൾ HTML-ൻ്റെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ HTML-ൻ്റെ കോഡിൻ്റെ ഉള്ളിലാണ് എഴുതുക എന്ന് പറഞ്ഞു. ഓക്കെ, HTML-ൻ്റെ ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ when the browser sees an HTML code, sees a JavaScript code, വെബ് ബ്രൗസർ എന്ത് കാണും? ജാവാസ്ക്രിപ്റ്റ് കോഡ് കണ്ടാൽ എന്ത് ചെയ്യും? ബ്രൗസർ എന്ത് ചെയ്യും? ദാറ്റ് കോഡ് ഈസ് സെൻറ്റ് ടു എവിടുക്ക? ജാവ ഇൻ്റർപ്രറ്റർ, ജാവ വെർച്വൽ മെഷീൻ, ജാവ സ്ക്രിപ്റ്റ് എഞ്ചിനിലോട്ട് എന്ത് ചെയ്യും? ജാവ വെർച്വൽ മെഷീനിലോട്ട് എന്ത് ചെയ്യും? ആ കോഡ് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. ആ ജാവ വെർച്വൽ മെഷീനാണ് എന്ത് ചെയ്യുന്നത്? ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ അതുകൊണ്ട് എന്താണ്? ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇല്ലാത്ത HTML പേജ് നോർമലി എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉള്ള HTML ഫയലിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് കണ്ടാൽ എന്ത് ചെയ്യും? ആ കോഡ് എന്ത് ചെയ്യണം? ജാവ ഇൻ്റർപ്രറ്റർക്ക് എന്ത് ചെയ്യണം? പിന്നെ അയച്ചു കൊടുക്കണം. അത് സെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് അവിടെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ നോർമലി ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇല്ലാത്ത HTML പേജ് എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് ഉള്ളതിനേക്കാൾ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും? നോർമലി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ HTML-ൻ്റെ ഉള്ളിൽ എഴുതുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളൊക്കെ അറിയാം HTML നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ടാഗുകളാണ്. HTML നമ്മളെല്ലാം എന്താണ്? ടാഗുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ദ സ്ക്രിപ്റ്റ് ടാഗ്. ടാഗിൻ്റെ പേരെന്താണ്? സ്ക്രിപ്റ്റ് ടാഗ്. ദ സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് സ്ക്രിപ്റ്റിംഗ് കോഡ്. ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ നമ്മൾ ഏതിൻ്റെ ഉള്ളിൽ എഴുതുക? സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എഴുതുക. സ്ക്രിപ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് ടാഗിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് എന്താ ശ്രദ്ധിക്കാം. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. ഏതാണ് ആട്രിബ്യൂട്ട്? ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എങ്ങനെ ഇവിടെ നമ്മൾ എഴുതാം? എന്താ? ലാംഗ്വേജ്.
ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്താണ്? ദ ലാംഗ്വേജ് ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ് സ്പെസിഫൈസ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇപ്പം നമ്മളിവിടെ ഹിയർ വി ആർ യൂസിങ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏതാ? ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ലാംഗ്വേജ് ഏതാ കൊടുക്കുക? ലാംഗ്വേജ് ഏതാണ്? ജാവാസ്ക്രിപ്റ്റ്. യു ഗോട്ട് ഐഡിയ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതുന്നത്. ഒരു HTML പേജിൽ നമുക്ക് എത്ര ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് എഴുതാം? ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാം. എഴുതുമ്പോഴൊക്കെ എന്തിൻ്റെ ഉള്ളിൽ എഴുതണം എന്നുള്ളൂ? സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എഴുതണം എന്നുള്ളൂ. ക്ലിയർ അല്ലേ? സോ ദ ലാംഗ്വേജ് ആട്രിബ്യൂട്ട് എന്താ പറഞ്ഞ്? ദ ലാംഗ്വേജ് ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ് സ്പെസിഫൈസ് വിച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഹിയർ എന്താ? സിൻസ് വി ആർ യൂസിങ് JavaScript as the scripting language, you have to set the value of language attribute of script tag as JavaScript. Clear alle? Now when the browser sees a JavaScript code, this code is passed to script engine. ആ കോഡ് എന്ത് ചെയ്യും? സ്ക്രിപ്റ്റ് എൻജിന് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ക്ലിയർ അല്ലേ? വി നോ ദാറ്റ് എവറി ബ്രൗസർ ഹാസ് എന്താ? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. ഓക്കെ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്ന നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? സോഫ്റ്റ്വെയറുകളോ മറ്റ് പിന്നെ സെർവർ സൈഡ് ചെയ്തതുപോലുള്ള സോഫ്റ്റ്വെയറുകളൊന്നും എന്ത് ചെയ്യേണ്ട? ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ഇല്ല. ക്ലിയർ അല്ലേ? നമുക്ക് സാധാരണ HTML ഫയൽ പോലെ തന്നെ നമുക്ക് എഴുതിയാൽ മതി. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഉള്ള കോഡ് നമുക്ക് എന്ത് ചെയ്യാം? സാധാ HTML ഫയൽ എക്സ്റ്റൻഷനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സേവ് ചെയ്താൽ മതി. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കാണുന്ന കോഡിനെ എന്ത് ചെയ്യും? സ്ക്രിപ്റ്റ് എഞ്ചിനിലോട്ട് വെബ് ബ്രൗസർ എന്ത് ചെയ്യും? പാസ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ എന്താ? ദ സ്ക്രിപ്റ്റ് എഞ്ചിൻ എക്സിക്യൂട്ട്സ് ദ കോഡ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് HTML ഫയൽ വിത്തൗട്ട് script is executed faster. Script is executed faster than the code which contain scripts. ഇനി നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ വെബ് പേജിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഹലോ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതുക. അതുപോലെ തന്നെ ഇവിടെ എന്താ? ഹലോ പ്രിൻ്റ് ചെയ്യണം. ഇവിടെ ഹലോ അല്ല പ്രിൻ്റ് ചെയ്യുന്നത്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം. പ്രിൻ്റ് ചെയ്യുന്ന അവിടെ വെബ് പേജിലാണ് എന്ത് ചെയ്യുന്നത്? പ്രിൻ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് എങ്ങനെ എഴുതാം? എങ്ങനെ നമുക്ക് എഴുതാം? നമുക്കറിയാം എങ്ങനെ. ഫസ്റ്റ് HTML അല്ലേ? ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതാൻ. അപ്പോൾ HTML, പിന്നെന്താ? ഹെഡ്, പിന്നെന്താ? ടൈറ്റിൽ എന്താ? ജാവാസ്ക്രിപ്റ്റ്. ടൈറ്റിൽ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ദെൻ എന്ത് ക്ലോസ് ചെയ്യുക? ഹെഡ് ക്ലോസ് ചെയ്യുക. ദെൻ എന്ത് ഓപ്പൺ ചെയ്യുക? ബോഡി ഓപ്പൺ ചെയ്യുക. ബോഡി ഇതൊക്കെ സെയിം HTML പഠിച്ച എല്ലാ ടാഗുകളും നമുക്ക് യൂസ് ചെയ്യാം. ബോഡി. ഓക്കെ, ബോഡിയിൽ നമ്മൾ എന്താ? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതണം. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കണില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രിൻ്റ് ചെയ്താൽ എന്ത് ചെയ്യും? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ബോഡി ക്ലോസ് ചെയ്തു. എന്ത് ചെയ്യുക? പിന്നെ HTML ക്ലോസ് ചെയ്തു. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നില്ല? ജാവാസ്ക്രിപ്റ്റ് കോഡല്ല. ഇതെന്താ? ജസ്റ്റ് ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു? വെബ് പേജിൻ്റെ ഈ ബോഡി പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്തു. ഇത് HTML, ഇത് വെറും HTML ആണ്. ഇതിൽ എന്ത് ചെയ്തിരുന്നില്ല? നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് മാറ്റി ബോഡിയിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്പെസിഫൈ ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ അതെങ്ങനെ സ്പെസിഫൈ ചെയ്യുക? യൂസിങ് ദ സ്ക്രിപ്റ്റ് ടാഗ്. ഏതാണ്? സ്ക്രിപ്റ്റ് ടാഗ് അല്ലേ? പറഞ്ഞു. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യണം. എന്താ ലാംഗ്വേജ്?
ലാംഗ്വേജ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ജാവ സ്ക്രിപ്റ്റ്. നിങ്ങൾ ജാവാ സ്ക്രിപ്റ്റ് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക, ഫുൾ ക്യാപിറ്റലിലൊന്നും എഴുതരുത്. ജെയും എസും ക്യാപിറ്റലാക്കുക, എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, സ്പേസും ഇല്ല. ഓക്കെ, ഇനി എന്താ, ഇനി ജാവാ സ്ക്രിപ്റ്റ് കോഡ് എഴുതാണ്. ഓക്കെ, സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, നമ്മൾ മെയിനൊക്കെ ക്ലോസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ഇനി നമ്മളിവിടെ വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ ഇപ്പോൾ ഡോക്യുമെൻറ്റ്, എന്താണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്, എന്താണ് റൈറ്റ് ഫങ്ഷൻ. റൈറ്റ് ഫങ്ഷനാണ് എന്തുപയോഗിക്കുന്നത്, ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്താ മെസ്സേജ്, എന്താ വെൽക്കം ടു എന്താ ജാവ സ്ക്രിപ്റ്റ്. മെസ്സേജ് പ്രിൻ്റ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. എന്താ ലൈക്ക് C++. എങ്ങനെ C++ൽ നമുക്കറിയാം എവറി സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമിക്കോളൻ. അതേപോലെ തന്നെ ഹിയർ ആൾസോ എന്താണ് എവറി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജാവാ സ്ക്രിപ്റ്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമിക്കോളൻ, സിമിലർ ടു ദ സിൻടാക്സ് ഓഫ് C++. ക്ലിയർ അല്ലേ? ആൻഡ് ഹിയർ ഇവിടെ രണ്ട് കാര്യമുള്ളത്. ഒന്നെന്താണ് ഡോക്യുമെൻറ്റ്. എന്താ ഡോക്യുമെൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താ ഡോക്യുമെൻ്റ് റെപ്രസെൻറ്റ്സ് ദ ബോഡി പാർട്ട് ഓഫ് ദ വെബ് പേജ്. ഈ വെബ് പേജിൻ്റെ ബോഡി പാർട്ടിനെ ജാവാ സ്ക്രിപ്റ്റ് റെഫർ ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യുന്നത്, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ദെൻ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്, അതാണ് റൈറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്, അപ്പോൾ എന്താണ് ഈ വെബ് പേജിൻ്റെ ബോഡി പാർട്ടിൽ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം, അതായത് എഴുതണം. എന്തെഴുതണം, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. ഇപ്പോൾ നമ്മളെന്താ സി ഔട്ട് പഠിച്ചിരുന്നു. എന്താ C++ൽ സി ഔട്ട് നമ്മളെന്താ ടു പ്രിൻ്റ് എ മെസ്സേജ്, ശരിയല്ലേ? അവിടെ പക്ഷേ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന നമ്മളുടെ മോണിറ്ററിലാണ്. സി ഔട്ടിൽ നമ്മൾ പിന്നെ വെബ് പേജിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിൻറ്റിങ് ഓൺ ദ മോണിറ്റർ. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നത് എന്താണ്, വെബ് പേജിൻ്റെ ഉള്ളിലാണ്. ക്ലിയർ അല്ലേ? നമ്മൾ കാണുന്നത് മോണിറ്ററിലാണെങ്കിലും പക്ഷേ എന്താ പ്രിൻ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്, വെബ് പേജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ വെബ് പേജിൻ്റെ ബോഡി പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡോക്യുമെൻ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്. ക്ലിയർ? ഇനി ഈ സിൻടാക്സ് ഒന്നും നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ മെസ്സേജ് വെബ് പേജിൻ്റെ ബോഡി പാർട്ടിൽ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ വെബ് ബ്രൗസർ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ടൈമിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് കണ്ടാൽ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് പാസ്ഡ് ടു സ്ക്രിപ്റ്റ് എൻജിൻ ആൻഡ് ഇറ്റ് എക്സിക്യൂട്ട്സ് ദ കോഡ്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യുക, .html എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്താൽ ഇറ്റ് വിൽ പ്രിന്റ് എന്താ, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ എന്താ, ഇപ്പോൾ ബോഡിയിൽ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാതെ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത് എന്താ സെയിം ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാം. ഒരേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണുന്നത് വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. പക്ഷേ ഇവിടെ നമ്മൾ വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്തത് എന്ത് യൂസ് ചെയ്തിട്ടാ, ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്തത്, പ്രിന്റ് ചെയ്തത്. ഈ ഗോട്ട് ദ ഐഡിയ? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റ് കോഡ് ഇവിടെ എഴുതി, നമുക്ക് സ്ക്രിപ്റ്റ് കോഡ് എവിടെ വേണമെങ്കിലും ഒരു HTML പേജിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം സ്ക്രിപ്റ്റ് കോഡ്. ഓക്കെ, എപ്പോഴൊക്കെ എഴുതുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഏതിൻ്റെ ഉള്ളിൽ എഴുതണം എന്നുള്ളൂ, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം എന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു, ഇവിടെ ഇനി കുറേ നമ്മൾ ബോഡി ക്ലോസിന് വേറെ കുറേ HTML ടാഗുകൾ യൂസ് ചെയ്തു, വീണ്ടും സ്ക്രിപ്റ്റ് കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വീണ്ടും സ്ക്രിപ്റ്റ് ലാംഗ്വേജുകൾ ജാവാ സ്ക്രിപ്റ്റ് എന്ന് എഴുതി നമുക്ക് എന്ത് ചെയ്യുക, യു ക്യാൻ റൈറ്റ് ദ ജാവാ സ്ക്രിപ്റ്റ് കോഡ്. ഇപ്പോൾ പറഞ്ഞത് എന്താ, ഒരു HTML പേജിൽ തന്നെ ഒരു ഭാഗത്ത് മാത്രമല്ല ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാൻ പറ്റുക, എന്താണ് വിവിധ ഭാഗങ്ങളിൽ നമുക്ക് എന്ത് എഴുതാം, ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാം. എവിടെയൊക്കെ എഴുതുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ?
പിന്നെ നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ വെബ് ബ്രൗസറിലും എന്തുണ്ട്, JVM ഉണ്ട്, ജാവ വെർച്വൽ മെഷീൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ചിലപ്പോൾ ഡിസേബിൾ ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ അത് എനേബിളും ആക്കാം ഡിസേബിളും ആക്കാം. ഡിസേബിൾ ആക്കിയാൽ എന്ത് ചെയ്യും, വെബ് ബ്രൗസർ സിംപ്ലി ഇഗ്നോർ ജാവ വെർച്വൽ മെഷീൻ അല്ലേ. ആ ജാവ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യൂല, ഈ കോഡ് കാണുമ്പോൾ അതെന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ത് ചെയ്യണം, എനേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, അത് ബ്രൗസറിൻ്റെ സെറ്റിങ്സിൽ ഉണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്താ, അഥവാ ബൈ ചാൻസ് മിക്കവാറും ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും. ഇനി അഥവാ ആർക്കെങ്കിലും എന്ത് ചെയ്യുക, വിൻഡോസിലൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു സെറ്റിങ്സിൽ എന്ത് ചെയ്താൽ മതി, ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിൻ എന്ത് ചെയ്താൽ മതി, എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി സെറ്റിങ്സ് ഓപ്ഷനിൽ. ഓക്കെ, അതിൽ പിന്നെ മോസില്ലയിലുള്ളത് ടൂൾസ്, ഓപ്ഷൻസ്, കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളിൽ എനേബിൾഡ് ജാവാസ്ക്രിപ്റ്റ് എന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താ, ഒരു വെബ് പേജിൽ ഒരു സം സെറ്റ് ഓഫ് കോഡ് പല പ്രാവശ്യമായിട്ട് പല ഭാഗത്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി, അത് ഒരു പ്രാവശ്യം എഴുതി എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയണ്ടോ ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും ഒക്കെ അറിയണം. അതൊക്കെ ഇതിലുണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ഇതിലൊക്കെ അതന്നെ സെയിം സാധനം തന്നെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഹൗ എ ഫംഗ്ഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ എ ഫംഗ്ഷൻ, എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇസ് ക്രിയേറ്റഡ് യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ. യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് ഒരു ഫംഗ്ഷൻ്റെ പേര്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പ്രിൻ്റ് എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്. ഫംഗ്ഷൻ പ്രിൻ്റ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഏതാ, C++ലുള്ള ഓപ്പണിംഗ് ബ്രേസ് തന്നെ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു എന്താ, ജാവാസ്ക്രിപ്റ്റ് ഫോളോസ് ദ സെയിം സിൻടാക്സ് ഓഫ് ഏതാ, C++. ഇനി എന്താ, ഇപ്പോൾ നമുക്ക് ഹലോ പ്രിൻ്റ് ചെയ്യണം. ഹലോ പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ ഹലോ പ്രിൻ്റ് ചെയ്യാൻ എന്തായിരുന്നു, കോഡ് എന്തായിരുന്നു, ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് അല്ലേ, ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്. ദെൻ എന്താ, അപ്പോൾ നമുക്ക് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, വെൽക്കം ടു ക്ലോസ് ചെയ്തു, സെമിക്കോളൻ, ഇത് ക്ലോസ് ചെയ്തു. ഈ സിൻടാക്സ് മനസ്സിലായോ? സിൻടാക്സിൽ എന്തേ വ്യത്യാസമുള്ളൂ, ഫംഗ്ഷൻ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. C++ൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഫംഗ്ഷൻ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? C++ൽ എന്താ, C++ൽ ഫംഗ്ഷൻ റിട്ടേൺസ് അല്ലേ, റിട്ടേൺസ് എ വാല്യൂ. ഫംഗ്ഷൻ ബൈ ഡിഫോൾട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബൈ ഡിഫോൾട്ട് റിട്ടേൺ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ. യൂസിങ് ദ കീവേഡ് ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ നെയിം. ഇതാണ് ഫംഗ്ഷൻ ഹെഡർ. നമ്മൾ C++ലൊക്കെ പറയുന്ന പോലെ എന്താണ്, ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഹെഡർ, ദിസ് ഈസ് ദ ഫംഗ്ഷൻ ബോഡി, ദിസ് ഈസ് ദ ഫംഗ്ഷൻ ബോഡി. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ. എന്താ പറയുക, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇപ്പം ഇത് എന്താണ്, ഇത് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡാകുമ്പോൾ സ്വാഭാവികമായും ഇത് ഏതിൻ്റെ ഉള്ളിൽ എഴുതണം, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം. സംശയമില്ലല്ലോ. ഇത് എന്താണ്, ഇത് ജാവാസ്ക്രിപ്റ്റാണ്, ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് ആകുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ എഴുതണം, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുക, അപ്പോൾ സ്ക്രിപ്റ്റ് എന്താ, ലാംഗ്വേജ് ഈക്വൽ ടു എന്താ, ജാവാസ്ക്രിപ്റ്റ്. ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ ടാഗാണ്, സോറി. ഈ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇതെന്തുകൊണ്ടാ, സിൻസ് ദിസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് എ ജാവാസ്ക്രിപ്റ്റ് കോഡ്, ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വിത്തിൻ സ്ക്രിപ്റ്റ് ടാഗ്.
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പറയാം ദിസ് ഈസ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഇപ്പം നോർമലി ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഈ ഫങ്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, ഹെഡ് പാർട്ടിൽ ഹെഡിൻ്റെ ഉള്ളിലും ഡിഫൈൻ ചെയ്യുക, ബോഡിൻ്റെ ഉള്ളിലും എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ക്ലിയർ അല്ലേ? എന്താണ് ഹെഡ് സെക്ഷൻ, ഹെഡ് എന്ന് എഴുതി ടൈറ്റിൽ എഴുതുക, ഹെഡ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് എഴുതാം, ഈ സ്ക്രിപ്റ്റിൻ്റെ ഈ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതാം. അല്ലെങ്കിൽ എന്താ എഴുതാം, ഹെഡ് ക്ലോസ് ചെയ്ത് ബോഡി തുടങ്ങി ബോഡിൻ്റെ ഉള്ളിലും എഴുതാം. നമ്മൾ പറഞ്ഞ എന്താ, ഹെഡ് സെക്ഷനിലും എഴുതാം, അതുപോലെ തന്നെ ബോഡി സെക്ഷനിലും എന്ത് എഴുതാം, ഫംഗ്ഷൻ്റെ ഈ ഡെഫിനിഷൻ എഴുതാം. പക്ഷെ നോർമലി ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ് ടു ഡിഫൈൻ ദ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ. നോർമലി എല്ലാ ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്, ഹെഡ് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്യുക. നോർമലി അല്ല നമുക്ക് എന്താ, ഹെഡ് നോക്കിയാൽ ഏതൊക്കെ ഫംഗ്ഷൻസ് നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ബോഡിയിൽ നമുക്ക് ചെയ്യാം, ഒരു തെറ്റുമില്ല, വർക്ക് ചെയ്യും, ഇറ്റ് വിൽ വർക്ക്, നോ പ്രോബ്ലം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്ക് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഈ പ്രോഗ്രാം നമുക്ക് ഇത് തന്നെ നമുക്കൊരു പ്രോഗ്രാം ആക്കാം. ഇപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇനി ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇത് നമുക്കൊരു കാര്യം ചെയ്ത് ഇപ്പം എന്തൊക്കെയാണ്, അപ്പോൾ HTML അല്ലേ, HTML പിന്നെന്താ ഹെഡിൽ വേണമെങ്കിൽ ടൈറ്റിൽ എഴുതാം, ടൈറ്റിൽ എന്താ ജാവാസ്ക്രിപ്റ്റ്, പിന്നെന്താ ടൈറ്റിൽ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്യുന്നില്ല വിചാരിച്ചോ, ഹെഡ് ക്ലോസ് ചെയ്യില്ല, ഹെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് എവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഹെഡ് നമ്മൾ എവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ബോഡി തുടങ്ങി, ബോഡി നമ്മൾ എന്ത് ചെയ്തു, ബോഡി അവസാനിച്ചു, ഇവിടെ എന്ത് ചെയ്തു, HTML അവസാനിച്ചു. ഇപ്പം ഇങ്ങനെ കോഡ് എഴുതിയാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഒരു മെസ്സേജും പ്രിൻ്റ് ചെയ്യില്ല. ശരിയല്ലേ? ഒരു മെസ്സേജും പ്രിൻ്റ് ചെയ്യില്ല. വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജ് ഈ പ്രോഗ്രാം എന്ത് ചെയ്യൂല, പ്രിൻ്റ് ചെയ്യില്ല. കാരണം എന്താ, നല്ല ശ്രദ്ധിക്കുക, ഇവിടെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ആ ഫംഗ്ഷനെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ വിളിക്കണം, ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. ക്ലിയർ അല്ലേ? ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. നമ്മൾ C++ലൊക്കെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷനെ വിളിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ബോർഡിൻ്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. ഇവിടെ ഫംഗ്ഷൻ വിളിക്കാത്തത് കൊണ്ട് ഇവിടെ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യൂല, എക്സിക്യൂട്ട് ആവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ വിളിക്കണം. ആ ഫംഗ്ഷൻ വിളിക്കുന്നത് എങ്ങനെ, ഇപ്പോൾ ബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി, ബോഡിയിൽ നമ്മൾ എന്ത് എഴുതി, പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. ഇപ്പം എന്ത് ചെയ്യും, ഇപ്പോൾ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ ദിസ് ഈസ് ഫംഗ്ഷൻ കോൾ, ദിസ് ഈസ് എന്താണ്, ഫംഗ്ഷൻ കോൾ, ദിസ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ദിസ് ഈസ് ഫംഗ്ഷൻ ഹെഡർ, ദിസ് ഈസ് ഫംഗ്ഷൻ നെയിം, ദിസ് ഈസ് the keyword function used to define a function in JavaScript. Clear അല്ലേ? ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഹെഡിൻ്റെ ഉള്ളിലാണ്. ക്ലിയർ അല്ലേ? ഹെഡിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്യാം, ടൈറ്റിൽ കഴിഞ്ഞ് ഇവിടെ ഹെഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇവിടെ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ കോള് എന്ത് സ്റ്റേറ്റ്മെൻറ്റാ, ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡാണ്. അപ്പോൾ അത് എന്തിൽ എഴുതണം, സ്ക്രിപ്റ്റ് കോഡിൻ്റെ ഉള്ളിൽ എഴുതണം. യു ഗോട്ട് ഐഡിയ? അപ്പോൾ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഫംഗ്ഷൻ കോൾ ഷുഡ് ആൾസോ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സ്ക്രിപ്റ്റ് ടാഗ്. ഇപ്പോൾ നമ്മളിവിടെ ബോഡി പാർട്ട് നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞു. ബോഡി പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നത് പറഞ്ഞു. ശരിയല്ലേ? ഈ പ്രിന്റ് ഇത് ഞാൻ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ എഴുതിയത് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ കോള് ഏതാണ്, ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്, ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡാണ്. അപ്പോൾ ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതണം. അപ്പോൾ നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു, അഗെയിൻ യു ആർ റൈറ്റിംഗ് സ്ക്രിപ്റ്റ്, ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്ത് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, എന്ത് ചെയ്തു, പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. ദിസ് ഈസ് ഫംഗ്ഷൻ കോൾ. എന്നിട്ട് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്തു, പ്രിന്റ് എന്ന് പറയുന്ന
ഫങ്ഷനെ വിളിച്ചപ്പോൾ കൺട്രോൾ ഇവിടെ പോകും, എന്ത് ചെയ്യും, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് വെബ് പേജിൽ പ്രിൻ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഒരു കാര്യം, ഇവിടെ നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് ഹെഡിൻ്റെ ഉള്ളിലാണ്. ക്ലിയർ അല്ലേ? ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്ത നേരത്തെ മായിച്ചപ്പോൾ ഹെഡ് പോയതാ. നേരത്തെ ഇവിടെ മായിച്ച് ഇവിടെ ഒന്ന് അലൈൻ ഇത് സ്പേസ് ഉണ്ടാക്കിയപ്പോഴേ അത് മാഞ്ഞു പോയതാണ്. അപ്പോൾ ഹെഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഹെഡിൻ്റെ ഉള്ളിലാണ്, ഇതുണ്ട്, ഹെഡിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്തത്, ഈ ഫങ്ഷൻ ഡെഫിനിഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു. വീണ്ടും പ്രിൻ്റ് എന്ന് വിളിച്ചാലോ? വീണ്ടും പ്രിൻ്റ് എന്ന് വിളിച്ചാൽ 2 പ്രാവശ്യം വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ, എപ്പോഴൊക്കെ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്യണോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. യു ഗോട്ട് ദ ഐഡിയ? ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്താ, യു ക്യാൻ ഡിഫൈൻ ദിസ് ഫംഗ്ഷൻ within the body section also. ബോഡി സെക്ഷൻ, ബോഡി പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ മാറ്റിയപ്പോൾ ഇവിടെ ടൈറ്റിൽ കഴിഞ്ഞു, എന്താ, ഹെഡും കഴിഞ്ഞു, പിന്നെ എന്ത് തുടങ്ങി, ബോഡി തുടങ്ങി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ബോഡി ഇല്ല. ഓക്കെ, ഇവിടെ ഹെഡ് ക്ലോസ് ചെയ്തത് മാറ്റുക. ഹെഡ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു, ബോഡി തുടങ്ങി, ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അവിടെ തന്നെ നമ്മൾ ബോഡിയിൽ തന്നെ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് വീണ്ടും എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് എന്നുള്ളത് ഇവിടെ എഴുതും. പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. പിന്നെ എന്ത് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ ഒരൊറ്റ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷനും എഴുതി, അവിടെ തന്നെ ഫംഗ്ഷൻ കോളും ചെയ്തു. മനസ്സിലായില്ലേ? മറ്റേത് 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ നമ്മളെന്താ, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, വീണ്ടും ഫംഗ്ഷൻ കോൾ വേറെ ആവണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് ടാഗ് എഴുതണം. ക്ലിയർ അല്ലേ? ഇവിടെ 2 കാര്യമാണ് പറഞ്ഞത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ യൂഷ്വലി ഫംഗ്ഷൻ എവിടെ ഡിഫൈൻ ചെയ്യുക, ഹെഡ് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുക. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതൊക്കെ എവിടെയും ചെയ്യുക, ബോഡിയിൽ ചെയ്യുക. അതാണ് യൂഷ്വൽ പ്രാക്ടീസ്. ക്ലിയർ അല്ലേ? ബട്ട് വി ക്യാൻ ഡിഫൈൻ ദ ഫംഗ്ഷൻ ഇൻ ദ ബോഡി സെക്ഷൻ ഓൾസോ. നമ്മളിനി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുക, ഒരു HTML കോഡ് എഴുതുക എന്നുള്ളതാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നോക്കാം. അപ്പോൾ HTML തുടങ്ങി, ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി തുടങ്ങി. ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് എഴുതുന്നത്. അപ്പോൾ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, യൂസിങ് സ്ക്രിപ്റ്റ് ടാഗ്. അപ്പോൾ അതാണ് പറയുന്നത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് എഴുതണത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ലാംഗ്വേജ് ഏതാ, ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് Jയും Sഉം ക്യാപിറ്റലാണ്, ബാക്കിയുള്ളതൊക്കെ ലോവർ കേസാണ്. ഇവിടെ സ്പേസ് ഒന്നുമില്ല, ഇതേപോലെ തന്നെ കൊടുക്കുക. ജാവാസ്ക്രിപ്റ്റ്. ദെൻ ഡോക്യുമെൻറ്റ് ആണ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള, വെബ് പേജിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, റൈറ്റ് ഫംഗ്ഷൻ. ഡോക്യുമെൻറ്റ് റെപ്രസെൻറ്റ്സ് ദ ബോഡി സെക്ഷൻ, അല്ല ബോഡി പാർട്ട് ഓഫ് ദ വെബ് പേജ്. വെബ് പേജിൻ്റെ ബോഡി പാർട്ടിന് റെപ്രസെൻ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്, ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് യൂസ് ചെയ്യുന്നു. അപ്പോൾ document.write വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് മെസ്സേജാണ്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തു, ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. ദാറ്റ് ഈസ് എന്താ, ലൈക്ക് C++, എവറി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഓൾസോ ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമിക്കോളൻ. ഓക്കെ, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇനി ഇത് എന്ത് ചെയ്യുക, റൺ ചെയ്ത് നോക്കും. റൺ ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നതാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. JS1 എന്നുള്ളതാണ് നമ്മളെ HTML ഫയൽ. ഈ ഫയലിൻ്റെ പേര് JS1 എന്ന് പറഞ്ഞിട്ടാണ് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തത്. അപ്പോൾ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു.
യു ഗോട്ട് ദ ഐഡിയ? ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോഗ്രാം. ഓക്കെ, അടുത്ത പ്രോഗ്രാം നമുക്കെടുക്കാം. JS2 ഇത് നോക്കി നോക്കാം. ഇവിടെ നോക്കാം, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ തന്നെയാണ് ഇത് നമ്മൾ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള പിന്നെ പ്രോഗ്രാം തന്നെയാണ് വീണ്ടും എഴുതുന്നത്. പക്ഷെ അത് നമ്മൾ എന്താ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അത് എഴുതുന്നത് എന്ന് മാത്രം. ഇവിടെ നോക്കുക, HTML തുടങ്ങി ഹെഡ് തുടങ്ങി ടൈറ്റിലൊക്കെ ക്ലോസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊണ്ട് ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇതാണ് ഫങ്ഷൻ ഹെഡർ. ഓക്കെ, ഇതിനെ മൊത്തത്തിലാണ് എന്ത് പറയുന്നത്? ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുക, ഈ ഭാഗം മൊത്തം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വി ആർ ക്രിയേറ്റിംഗ് എ ഫങ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ് യൂസിങ് ദ കീവേഡ് ഫങ്ഷൻ. C++ൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഫങ്ഷൻ എന്നുള്ള കീവേഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ തന്നെ എന്താ? ഫങ്ഷൻ്റെ പേര് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പ്രിൻ്റ് എന്നുള്ളതാണ്. എന്താണ് പ്രിൻ്റ്? ദെൻ ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് ലൈക്ക് C++. ദെൻ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഡോക്യുമെൻ്റ് എന്താണ്? ബോഡി സെക്ഷൻ ഓഫ് ദ വെബ് പേജ് അല്ലേ, ബോഡി പാർട്ട്. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ഇനി സ്ക്രിപ്റ്റ് ഹെഡ് ബോഡി. ഇവിടെ എന്താ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫങ്ഷനെ വിളിക്കണം. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്ത് ചെയ്യൂല, ഈ ഫങ്ഷൻ എന്ത് ചെയ്യൂല, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യണം. അപ്പോൾ ഫങ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. എന്താണ്? ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പ്രിൻ്റ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളിത് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തത്. ക്ലിയർ അല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത്, ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് ഹെഡിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കണ്ടോ, ഹെഡ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഹെഡ് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. മനസ്സിലായില്ലേ? ഈ ഫങ്ഷൻ ഡെഫിനിഷൻ നമുക്ക് ഹെഡിൻ്റെ ഉള്ളിലും ചെയ്യാം, ബോഡി സെക്ഷൻ. അപ്പോൾ ഈ ബോഡി സെക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ യൂഷ്വലി എന്താണ് ഗുഡ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് സെക്ഷനിലാണ് എന്ത് ചെയ്യുക? ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതാണ് ഒരു നല്ല പ്രോഗ്രാമിംഗ് രീതി. ഓക്കെ, ഇപ്പോൾ ഇത് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. ഞാൻ ഈ ബോഡി സെക്ഷൻ്റെ ഉള്ളിലുള്ളത് ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഫങ്ഷൻ കോൾ. ഇതാണ് എന്ത്? ഫങ്ഷൻ കോൾ. ഇതാണ് എന്ത്? ഫങ്ഷൻ ഡെഫിനിഷൻ. ഇതാണ് ഫങ്ഷൻ ഹെഡർ. ഇതാണ് ഫങ്ഷൻ ബോഡി. ഓക്കെ, അപ്പോൾ ഇത് ഇനി എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സിക്യൂട്ട് ഇത് ഈ ഫയലിൻ്റെ പേര് JS2 എന്നാണ് കേട്ടോ, JS2.html. വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് JS2.html ലോഡായി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ JS2. ഇനി നമുക്ക് ഈ ഫങ്ഷൻ ഡെഫിനിഷൻ ബോഡി പാർട്ടിൽ ചെയ്താൽ എന്തൊക്കെയാണ് മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്ന് ഫയൽ ഓപ്പൺ ഡെസ്ക്ടോപ്പിൽ JS3 ഇവിടെ നോക്കി നോക്കാം. ഈ ഒരു കോഡ് നോക്കി നോക്കാം. ഈ ഒരു കോഡിൻ്റെ പ്രത്യേകത HTML ഹെഡ് ടൈറ്റിൽ. ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഈ ഹെഡ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊണ്ട് ജാവാസ്ക്രിപ്റ്റിന് എഴുതി. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ വിളിക്കുന്നതും എന്താണ്? ബോഡി പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ എന്താ ഇത് എല്ലാം എന്താണ്? ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരൊറ്റ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഇനി ഇവിടെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? ബോഡി പാർട്ടിൽ തന്നെ എന്ത് ചെയ്തു? സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഡെഫിനിഷനും എഴുതി, ഫംഗ്ഷൻ കോളിങ്ങും എഴുതി. ഇങ്ങനെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. ഇനി ഇത് വർക്ക് ചെയ്ത് നോക്കാം. ഇതും വർക്ക് ചെയ്യും. ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഹെഡ് സെക്ഷനിലും ഡിഫൈൻ ചെയ്യുക, ബോഡി സെക്ഷനിലും ഡിഫൈൻ ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് മോഡലും നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ കണ്ടോ, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. സെയിം മെസ്സേജ് തന്നെ, സെയിം പ്രോഗ്രാം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താണ് വ്യത്യാസം? എന്താണ്? ആദ്യത്തെ വെരി ഫസ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ എന്താ ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ് ചെയ്തു. ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാതെ. ഇത് കണ്ടില്ലേ? ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാതെ.
ഓക്കെ. രണ്ടാമത്തേൽ നമ്മൾ അടുത്ത 2 പ്രോഗ്രാമിൽ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മെസ്സേജ് പ്രിന്റ് ചെയ്തത്. ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമ്മൾ 2 സ്ഥലത്ത് ഡിഫൈൻ ചെയ്തതും പറഞ്ഞു. ആദ്യത്തേത് ഹെഡ് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നതും പറഞ്ഞതാണ്. അത് ഹെഡ് സെക്ഷനിലാണ് ഇത് ഡിഫൈൻ ചെയ്തത്. അടുത്ത ഫയൽ ഏതാണ്, ബോഡി സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ, ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്തായാലും ഇത് ധാരാളം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഡിഗ്രിക്കും എഞ്ചിനീയറിങ്ങിനും +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വീഡിയോസ് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.